ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്നൊരു പുഡിങ് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഫ്ലോപ്പ് ആകുമോ എന്നുള്ളൊരു ഡൗട്ട് എന്തായാലും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം മിക്സി വേണം, പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ബ്രെഡ്, പിന്നെ പാലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാനില എസൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഏലക്കായ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കുറച്ച് ബ്രെഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പാല്, കൂടുതലൊന്നും വേണ്ട, കുറച്ച് പാല് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല മധുരമുള്ളതെല്ലാം ഇഷ്ടമെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ചധികം മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3-4 ഏലക്കായും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫ്ലേവറിന് ഏലക്കായ ഇട്ട വേറൊരു നല്ലൊരു ഫ്ലേവറല്ലേ ആയിരിക്കും. അങ്ങനെ ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലോണം ഒന്ന് മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാറ്റർ ഇങ്ങനെ ഇരിക്കും കേട്ടോ. കുറച്ച് നേരം അടിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അതിന് എല്ലാവരും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം കേട്ടോ. ഇങ്ങനത്തെ പാത്രത്തിൽ കാരമൽ ചെയ്യാൻ പറ്റൂല. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കണോണ്ട് തന്നെ എനിക്കത് അറിയില്ലായിരുന്നു. ചായയൊക്കെ ഉണ്ടാക്കണം, ഇതിൻ്റെ പാത്രത്തിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല, എന്ത് ടൈപ്പ് പാത്രമാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം, എന്നാലേ കാരമലൈസ് ചെയ്തിട്ട് കിട്ടുള്ളൂ. ഞാനിങ്ങനെ പാത്രത്തിൽ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്കത് ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലിട്ടിട്ട് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റെഡി ആവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പഞ്ചസാര വെറുതെ വേസ്റ്റായി പോയോ എന്ന് കരുതി. പിന്നെ ലാസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാരമലൈസ് ചെയ്ത് കിട്ടിയ സാധനം നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിലേക്ക് ഒഴിച്ചിട്ട് വേഗം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെത് കുറച്ച് കട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കൊന്നും അറിയില്ലല്ലോ. പിന്നെ നമ്മൾ ആ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കാഷ്യൂനട്ടും പിസ്തയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് തട്ട് വെച്ചിട്ട് ഇത് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി എന്നാലും അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളപ്പോൾ ഓക്കെ, ബൈ.